നമസ്കാരം. ഗൾഫ് സ്റ്റുഡിയോ ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. നിർമ്മിത ബുദ്ധി മേഖലയിൽ ആഗോളതലത്തിൽ നിർണായക ചുവടുവയ്പുമായി സൗദി അറേബ്യ. GPAI എന്ന AI അന്താരാഷ്ട്ര സഖ്യത്തിൽ അംഗമാകുന്ന ആദ്യ അറബ് രാജ്യമായി സൗദി മാറി. ഇന്ത്യയിൽ നടന്ന ഉച്ചകോടിയിലാണ് നിർണായക പ്രഖ്യാപനമുണ്ടായത്. AI മേഖലയിലെ നയരൂപീകരണത്തിൽ ലോകത്ത് 3-ാം സ്ഥാനത്തുള്ള സൗദി 60-ലധികം സുപ്രധാന നിർദ്ദേശങ്ങളാണ് ഇതുവരെ മുന്നോട്ട് വെച്ചത്. വിഷൻ 2030 ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ ഡിജിറ്റൽ മേഖലയുടെ പങ്കും ഇതോടെ വർദ്ധിക്കും. UAE-യിൽ ചെറുപ്രായത്തിൽ പക്ഷാഘാതമുണ്ടാകുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ടായതായി കണ്ടെത്തൽ. 30 വയസ്സുകാരിൽ പക്ഷാഘാതം വർദ്ധിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. 2 മെഡിക്കൽ യൂണിവേഴ്സിറ്റികൾ നടത്തിയ പഠന റിപ്പോർട്ടാണ് പുറത്തുവന്നത്. അബുദാബിയും റാസൽ ഖൈമയും ആസ്ഥാനമാക്കിയുള്ള 2 യൂണിവേഴ്സിറ്റികളിൽ നടത്തിയ പഠനത്തിലാണ് ആശങ്കപ്പെടുത്തുന്ന കണ്ടെത്തലുകൾ. പാശ്ചാത്യ രാജ്യങ്ങളെ അപേക്ഷിച്ച് ചെറുപ്രായത്തിൽ തന്നെ UAE-യിൽ താമസിക്കുന്നവർക്ക് പക്ഷാഘാതം ബാധിക്കുന്നു. 30, 40, 50 വയസ്സിനിടയിലുള്ളവരെ പക്ഷാഘാതം കൂടുതലായി ബാധിക്കുന്നു. ഉയർന്ന രക്തസമ്മർദ്ദം, പ്രമേഹം, പൊണ്ണത്തടി എന്നിവയുടെ നിരക്കും ഈ പ്രവണതയ്ക്ക് കാരണമാകുന്നുവെന്നാണ് കണ്ടെത്തൽ. പക്ഷാഘാത രോഗികളുടെ ശരാശരി പ്രായം 55.7 വയസ്സാണെന്ന് ഗവേഷകർ കണ്ടെത്തി. പാശ്ചാത്യ രാജ്യങ്ങളിൽ സാധാരണയായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിനേക്കാൾ വളരെ പ്രായം കുറവാണിത്. 4 വർഷത്തെ സാമ്പിളുകളിൽ നടത്തിയ പരിശോധനയിൽ പകുതിയോളം കേസുകൾ ഉണ്ടാകുന്നത് 45-നും 65-നും ഇടയിൽ പ്രായമുള്ളവരിലാണ്. രോഗികളിൽ 4-ൽ 45 വയസ്സിന് താഴെയുള്ളവരും. റാസൽ ഖൈമ ആസ്ഥാനമാക്കി നടത്തിയ പഠനത്തിൽ രോഗികളിൽ 75.2% പേർക്കും നേരത്തെ ഉയർന്ന രക്തസമ്മർദ്ദവും പകുതിയോളം പേർക്ക് പ്രമേഹവും ഉണ്ടായിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. പൊതുവിൽ പുരുഷന്മാർക്കാണ് സ്ട്രോക്ക് വരാൻ കൂടുതൽ സാധ്യതയെന്നാണ് 2 പഠനങ്ങളും ചൂണ്ടിക്കാട്ടുന്നത്. 24 ദുബായ്. സൗദി അറേബ്യ നാളെ സ്ഥാപക ദിനം ആഘോഷിക്കും. 3 നൂറ്റാണ്ട് നീളുന്ന ഐതിഹാസിക ചരിത്രത്തിന്റെ സ്മരണ പുതുക്കി രാജ്യത്ത് വിപുലമായ ആഘോഷങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. 1727-ൽ ഇമാം മുഹമ്മദ് ബിൻ സൗദ് 1-ാം സൗദി ഭരണകൂടത്തിന് അടിത്തറയിട്ടതിന്റെ ഓർമ്മ ദിവസമാണ് നാളെ. دار السعود ولا المجد عنواني يا برق العز من فوق الاقماري يوم المؤسس على قلب رجالي الشعب ردت تعيش السعوديه. അറബ് ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായത്തിന്റെ അടയാളപ്പെടുത്തലാണ് സൗദി അറേബ്യക്ക് ഫെബ്രുവരി 22. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ അറേബ്യൻ ഉപദ്വീപിലെ ചിതറിക്കിടന്ന ഗോത്രങ്ങളെയും നഗരങ്ങളെയും ഏകോപിപ്പിച്ച് ഇമാം മുഹമ്മദ് ബിൻ സൗദ് ദിരിയ ആസ്ഥാനമാക്കി 1-ാം സൗദി ഭരണകൂടം സ്ഥാപിച്ചത് 1727-ലായിരുന്നു. ഈ ചരിത്ര മുഹൂർത്തത്തിന് 3 നൂറ്റാണ്ട് തികയുന്ന സാഹചര്യത്തിലാണ് ഫെബ്രുവരി 22 സ്ഥാപക ദിനമായി 2022-ൽ പ്രഖ്യാപിച്ചത്. രാജ്യത്തിന്റെ പൈതൃകവും സാംസ്കാരിക വേരുകളും വരും തലമുറയ്ക്ക് പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഭരണാധികാരി സൽമാൻ രാജാവ് ഈ തീരുമാനമെടുത്തത്. സെപ്റ്റംബർ 23-ന് ആഘോഷിക്കുന്ന ദേശീയ ദിനം ആധുനിക സൗദി അറേബ്യയുടെ ഏകീകരണത്തെ സൂചിപ്പിക്കുമ്പോൾ സ്ഥാപക ദിനം രാജ്യത്തിന്റെ 300 വർഷത്തെ പാരമ്പര്യത്തിലേക്കും അതിജീവനത്തിന്റെ ചരിത്രത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. അന്നായിരുന്നു തുടക്കം എന്നർത്ഥം വരുന്ന യൗം ബദീന എന്ന പ്രമേയത്തിൽ നടക്കുന്ന ആഘോഷങ്ങളിൽ സൗദിയുടെ തനത് കലകൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ, ചിന്തകൾ എന്നിവ പുനരാവിഷ്കരിക്കപ്പെടുന്നു. രാജ്യത്തിന്റെ പല ഭാഗത്തും വിപുലമായ ആഘോഷ പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട്. നാളെ രാജ്യത്തെ സർക്കാർ, സ്വകാര്യ മേഖലകൾക്ക് അവധി നൽകിയിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള പ്രവാസികളും സ്വദേശികളും ഒരുപോലെ പങ്കുചേരുന്ന ഈ ദിനം സൗദിയുടെ കരുത്തും അറേബ്യൻ സംസ്കാരത്തിന്റെ പ്രൌഢിയും വിളിച്ചോതുന്ന ഒന്നായി മാറിക്കഴിഞ്ഞു. ജലീൽ കണമകലം, 24 ജിദ്ദ. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന റമദാൻ കാലം. വ്രതാനുഷ്ഠാനങ്ങളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും സൽക്കർമ്മങ്ങളിലൂടെയും പുണ്യങ്ങൾ തേടുകയാണ് പ്രവാസി വിശ്വാസികളും. പുണ്യം പൂക്കുന്ന ഈ ഒരു മാസക്കാലം ഇനി പ്രാർത്ഥനകളുടെയും അനുഗ്രഹങ്ങളുടേതുമായിരിക്കും. മനസ്സും ശരീരവും പാകപ്പെടുത്തി റമദാനിന്റെ പുണ്യത്തിൽ അലിയാൻ പുണ്യകാലത്തിലേക്ക് വിശ്വാസികൾ കണ്ണുനട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് ദിനങ്ങളേറെയായി. സൽക്കർമ്മങ്ങൾക്ക് വാരിക്കോരി പ്രതിഫലം ലഭിക്കുന്ന റമദാനിൽ ജീവിക്കാൻ അവസരം ലഭിക്കുന്നത് തന്നെ മഹാഭാഗ്യമായി കരുതുന്നവരാണ് വിശ്വാസികൾ. റമദാൻ വന്നടഞ്ഞതോടെ പ്രവാസലോകത്തെ നാടും നഗരവുമെല്ലാം സജീവമാവുകയാണ്. പ്രഭാത നമസ്കാര ബാങ്ക് വിളി ഉയരും വരെ പുണ്യദിനം വന്നെത്തിയതിന്റെ സന്തോഷത്തിലാണ് ലോകമെങ്ങുമുള്ള വിശ്വാസികൾ. ഈ വർഷത്തെ റമദാനിൽ പങ്കെടുക്കാൻ, അതായത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. പരിശുദ്ധ റമദാൻ മുഴുവനും അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തുകൊണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ടും റമദാനിനെ നല്ല രൂപത്തിൽ തന്നെ പൂർത്തിയാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകണം. ഈ പ്രവാസ ജീവിതത്തിൽ അനേകം പ്രയാസങ്ങൾക്കിടയിലും നമുക്ക് നോമ്പ് നോക്കുവാൻ കഴിയുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പുണ്യങ്ങളുടെ പൂക്കാലം ഒരിക്കൽ കൂടി വന്നെത്തുമ്പോൾ പ്രാർത്ഥനകൾ കൊണ്ടും സൽക്കർമ്മങ്ങൾ കൊണ്ടും മനസ്സിനെ നവീകരിക്കാനാണ്
മതപണ്ഡിതർ വിശ്വാസികളോട് ഉണർത്തുന്നത്. പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന, അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന വിശുദ്ധ റമളാൻ വന്നെത്തി. അടങ്ങാത്ത പ്രതീക്ഷയും ആഗ്രഹവും പ്രത്യാശയും അതിലപ്പുറം ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാഥനുമായി, ഈ പ്രപഞ്ച സൃഷ്ടാവുമായി അടുക്കാനും സുഹൃതങ്ങൾ ധാരാളം ചെയ്യാനുമൊക്കെയുള്ള വലിയ ഒരു സീസൺ. അതിനേക്കാൾ അപ്പുറം സന്തോഷം മറ്റൊന്നെന്താണ്? അൽഹംദുലില്ലാ, ആ സന്തോഷത്തിൻ്റെ നാളുകളിലാണ് വിശ്വാസി സമൂഹമുള്ളത്. അനശ്വര വിജയത്തിലേക്കുള്ള പാതയാണ് വിശ്വാസിക്ക് മുന്നിൽ തുറന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുണ്യം പൂക്കുന്ന ഈ ഒരു മാസക്കാലം ഇനി പ്രാർത്ഥനകളുടേതും അനുഗ്രഹങ്ങളുടേതും മാത്രം. സുബൈറുദ്ദീൻ, 24 ദമാം. മദീനയിലെ ഹറം പള്ളിയിൽ ഇമാമായി ഷെയ്ഖ് സ്വാലിഹ് അൽ മഗാംസി നിയമിതനായി. ഭരണാധികാരി സൽമാൻ രാജാവാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. സൗദി അറേബ്യയിലെ അറിയപ്പെടുന്ന പണ്ഡിതനും പ്രഭാഷകനുമായ അദ്ദേഹം വർഷങ്ങളായി ഖുറാൻ പഠന രംഗത്ത് സജീവമാണ്. മദീനയിൽ ജനിച്ചു വളർന്ന ഷെയ്ഖ് മഗാംസി വിദ്യാഭ്യാസത്തിന് ശേഷം അധ്യാപനത്തിലും ഗവേഷണത്തിലുമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഖുബ മസ്ജിദിലെ മുൻ ഇമാം എന്ന നിലയിലും മദീന റിസർച്ച് സെന്റർ തലവൻ എന്ന നിലയിലും അദ്ദേഹം വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം സ്വദേശി അബുദാബിയിൽ കാണാനില്ല എന്ന പരാതി. മുസഫ ശാഖിയ 12-ലെ കഫ്റ്റീരിയയിൽ ജോലി ചെയ്തിരുന്ന ആണ്ടൂർക്കോണം പാച്ചറ സ്വദേശി മാഹിൻ അബ്ദുറഹ്മാനെയാണ് കാണാതായത്. ഈ മാസം 18 വരെ ഇദ്ദേഹം കഫറ്റീരിയയിൽ ജോലി ചെയ്തിരുന്നു. അടുത്ത ദിവസം താമസ സ്ഥലത്ത് നിന്നാണ് കാണാതായതെന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. 47 വയസ്സുകാരനായ മാഹിൻ കഴിഞ്ഞ 8 വർഷമായി അബുദാബിയിൽ കഫറ്റീരിയയിൽ ജീവനക്കാരനാണ്. യുവ എഴുത്തുകാരൻ സജിത് രാമകൃഷ്ണന്റെ ആദ്യ കഥാസമാഹാരം ഒരു തുണ്ട് നീലാകാശം പ്രകാശനം ചെയ്തു. സൗദി മലയാളി സമാജം സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ ചലച്ചിത്ര നിർമ്മാതാവും എഴുത്തുകാരനുമായ ജോളി ലോനപ്പനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. എഴുത്തിനെയും വായനയും പുസ്തകങ്ങളെയും നെഞ്ചോട് ചേർത്ത് വെക്കുന്നവരുടെ കൂട്ടായ്മ. സൗദി മലയാളി സമാജം സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് യുവ എഴുത്തുകാരൻ സജിത് രാമകൃഷ്ണന്റെ ആദ്യ കഥാസമാഹാരം ഒരു തുണ്ട് നീലാകാശം ദമാമിൽ പ്രകാശനം ചെയ്തത്. മലയാളി സമാജം പ്രസിഡന്റ് സാജിദ് ആറാട്ടുപുഴ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ ചലച്ചിത്ര നിർമ്മാതാവും എഴുത്തുകാരനും പ്രമുഖ വ്യവസായിയുമായ ജോളി ലോനപ്പനാണ് പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചത്. രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖൻ രഞ്ജിത്ത് വടകര പുസ്തകം ഏറ്റുവാങ്ങി. ദമാം അൽമുന ഇന്റർനാഷണൽ സ്കൂൾ പ്രിൻസിപ്പൽ നൌഫൽ പാലക്കൂടത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമാജം ജനറൽ സെക്രട്ടറി ഡോക്ടർ സിന്ധു ബിനു പുസ്തകം പരിചയപ്പെടുത്തി. ബാല്യകാലത്തിന്റെ മധുരവും വേദനയും, ഗ്രാമീണ ജീവിതത്തിന്റെ സൗന്ദര്യവും കുടുംബ ബന്ധങ്ങളുടെ ആഴവും മനോഹരമായി ചിത്രീകരിക്കുന്ന പുസ്തകമാണിതെന്ന് പങ്കെടുത്തവരെല്ലാം അഭിപ്രായപ്പെട്ടു. മലയാളി സമാജം ദേശീയ പ്രസിഡന്റ് മാലിക് മക്ബൂൽ, അബ്ദുൽ ഖാദർ വാണിയമ്പലം, ഷാജി മതിലകം, ലീന ഉണ്ണികൃഷ്ണൻ, ശ്രീജിത്ത് രാമകൃഷ്ണൻ, ഇക്ബാൽ വെളിയങ്കോട് എന്നിവർ സംസാരിച്ചു. മുഖ്യാതിഥി ജോളി ലോനപ്പനുള്ള സമാജത്തിന്റെ ആദരവും വേദിയിൽ സമ്മാനിച്ചു. ഗ്രന്ഥകാരൻ സജിത്തിനുള്ള സ്നേഹാദരവ് സാജിദ് ആറാട്ടുപുഴയും മാലിക് മക്ബൂലും ചേർന്ന് സമ്മാനിച്ചു. ഹുസൈൻ ചെമ്പോളിൽ, സഹീർ മജ്ദൽ എന്നിവർ പരിപാടിയുടെ അവതാരകരായിരുന്നു. സജിത്ത് രാമകൃഷ്ണൻ മറുപടി പ്രസംഗവും നടത്തി. സുബൈറുദ്ദീൻ, 24 ദമാം. സൗദി സ്ഥാപക ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് രാജ്യത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ മെയ്ഡ് ഇൻ സൗദി പ്രൊമോഷന് തുടക്കം. പ്രാദേശിക ഉൽപ്പന്നങ്ങളെയും സംരംഭങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്ന ലുലു ഗ്രൂപ്പിനെ സൗദി വ്യവസായ ധാതു വിഭവ മന്ത്രാലയം പ്രശംസിച്ചു. മെയ്ഡ് ഇൻ സൗദി പ്രൊമോഷനും ഓഫറുകളും സൗദിയിലുടനീളമുള്ള മുഴുവൻ ലുലു ഹൈപ്പർ മാർക്കറ്റുകളിലും ഉണ്ടായിരിക്കും. സൗദി എക്സ്പോർട്സ് എക്സ്റ്റൻഷൻ പാർട്ണർഷിപ്പ് ഹെഡ് സൗദ് അൽ തുവൈജിരി, ലുലു സൗദി ഡയറക്ടർ മുഹമ്മദ് ഹാരിസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജിദ്ദയിലെ OICC മലപ്പുറം ജില്ലാ കമ്മിറ്റി മുഖാമുഖം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലാ യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ആഷിഫ് TMS മുഖ്യാതിഥിയായിരുന്നു. മാറ്റത്തിനായുള്ള ജനങ്ങളുടെ ആഗ്രഹങ്ങളെ ശക്തമായി പ്രതിഫലിപ്പിക്കുന്നതാണ് പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്ര എന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. UM ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സൽമാൻ ചോക്കാട്, ഉസ്മാൻ പോത്തുകല്ല്, സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. സൗദിയിലെ അൽ ഖസീമിൽ KMCC SIC സംയുക്ത ഇഫ്താർ സംഘടിപ്പിച്ചു. ഉന്നയിസ സെൻട്രൽ കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്തു. സയ്യിദ് അബ്ദുൾ റഹ്മാൻ ജുമലുല്ലൈലി റംദാൻ പ്രഭാഷണം നടത്തി. CH സെന്ററിന് കീഴിലുള്ള ഡയാലിസിസും ക്യാൻസർ രോഗികളെ സഹായിക്കുന്നതിനായി റിലീഫ് ഫണ്ട് ഉദ്ഘാടനം റസാഖ് മാബൂരിൽ നിന്നും KMCC സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികൾ സ്വീകരിച്ചു. ജംഷീർ മങ്കട, ഉസ്മാൻ ബൈറാട്, ഷക്കീർ ഗുരുവായൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി.
റമദാൻ മാസത്തിന്റെ പരിശുദ്ധിയോടൊപ്പം സ്നേഹവും പുണ്യവും നിറച്ച് സൗദി മലയാളി സമാജം ദമാം ചാപ്റ്റർ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദമാം റോസ് ഗാർഡൻ റെസ്റ്റോറന്റിൽ സംഘടിപ്പിച്ച സംഗമത്തിൽ നിരവധി പേർ പങ്കാളികളായി. സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും വളർത്തുന്നതിൽ ഇത്തരം സംഗമങ്ങളുടെ പ്രാധാന്യം ചെറുതല്ല എന്ന് സമാജം അധ്യക്ഷൻ സാജിദ് ആറാട്ടുപുഴ പറഞ്ഞു. കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം സംഗമത്തിൽ പങ്കെടുത്തു. സമാജം ജനറൽ സെക്രട്ടറി ഡോക്ടർ സിന്ധു ബിനു സ്വാഗതവും ഷനീബ് അബൂബക്കർ നന്ദിയും പറഞ്ഞു. സൗദി കിഴക്കൻ പ്രവിശ്യയിലെ പട്ടാമ്പി നിവാസികളുടെ കൂട്ടായ്മ ഇഫ്താർ സംഗമം നടത്തി. കുടുംബങ്ങൾ ഉൾപ്പെടെ 300ഓളം പേർ പങ്കെടുത്ത സംഗമം ഉപദേശക സമിതി അംഗം അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സക്കീർ പറമ്പൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഹസൻ ഫൽക്കൺ, ചെയർമാൻ മൊയ്തീൻ പട്ടാമ്പി, ഷബീർ കൊപ്പം, വനിതാവേദി പ്രസിഡന്റ് നാഹിദ സുബ്ര, സൽമ ടീച്ചർ എന്നിവർ സംസാരിച്ചു. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. നാസയുടെ ചാന്ദ്ര ദൌത്യം ആർടെമിസ് 2 ദൌത്യം പ്രതിസന്ധിയിൽ. രണ്ടാം വെറ്റ് ഡ്രസ് റിഹേഴ്സലിന് പിന്നാലെ ഗുരുതര സാങ്കേതിക പിഴവ് കണ്ടെത്തിയെന്ന് നാസ. മാർച്ചിൽ വിക്ഷേപണം ഉണ്ടാവില്ല. ലോഞ്ച് പാഡിൽ നിന്ന് SLS റോക്കറ്റ് മാറ്റിയേക്കും. പ്രജൻസി കണ്ണനാണ് വിവരങ്ങളുമായി ചേരുന്നത്. പ്രജൻ, തുടക്കം മുതൽ തന്നെ വലിയ പ്രതിസന്ധി ആർടെമിസ് 2 നേരിടുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? തീർച്ചയായിട്ടും ദൗർഭാഗ്യകരമാണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ. പ്രത്യേകിച്ചും ശാസ്ത്രലോകത്തിന് വലിയ പ്രതീക്ഷയായിരുന്നു ഈ രീതിയിലുള്ള ആർടെമിസ് 2 ദൗത്യം മാർച്ചിൽ നടക്കാൻ പോകുന്നു. വിക്ഷേപണം മാർച്ച് 6 ഉണ്ടാകുമെന്നൊക്കെ നാസ നേരത്തെ ചില സൂചനകൾ തന്നിരുന്നു. പക്ഷേ അതുണ്ടാവില്ല എന്ന അറിയിപ്പാണ് കഴിഞ്ഞ മണിക്കൂറിൽ പുറത്തുവന്നത്. വളരെ നിരാശയാണ് ശാസ്ത്രലോകത്തിന് ഉണ്ടായിരിക്കുന്നത്. 4 മനുഷ്യരെ അത് ചന്ദ്രൻ തൊട്ടടുത്തവരെ എത്തിച്ച് ചന്ദ്രനെ ചുറ്റിക്കറങ്ങി തിരികെ ഭൂമിയിലേക്ക് എത്തുന്ന ദൗത്യമാണ് ആർടെമിസ് 2 എന്ന ദൗത്യം. പക്ഷേ അത് മാർച്ചിൽ ഉണ്ടാകില്ല എന്ന അറിയിപ്പാണ് ഇപ്പോൾ നാസ നൽകിയിരിക്കുന്നത്. നേരത്തെ പ്രവിധ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ വെറ്റ് ഡ്രസ് രണ്ടാം വെറ്റ് ഡ്രസ് റിഹേഴ്സലാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. 2 ദിവസം നീണ്ടുനിന്ന ഡ്രസ് റിഹേഴ്സലിനൊടുവിൽ ഏറ്റവും ഒടുവിലാണ് ഒരു പുതിയ സാങ്കേതിക പിഴവ് ശാസ്ത്രജ്ഞരുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. അത് ഹീലിയം വാൽവിലുണ്ടായ ഒരു പിഴവാണ് എന്നാണ് ഇപ്പോൾ നാസ അറിയിക്കുന്നത്. ഈ റോക്കറ്റിലേക്ക് ഹീലിയത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന വാൽവിലുണ്ടായ ഒരു പ്രശ്നം അത് പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അത് പരിഹരിക്കണമെങ്കിൽ ഈ റോക്കറ്റ് സംവിധാനം അവിടെ നിന്നും മാറ്റി ഈ അസംബ്ലി യൂണിറ്റിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇതിപ്പോൾ കെന്നഡി സ്പേസ് സെന്ററിലെ ലോഞ്ച് പാഡിലാണ് ഈ റോക്കറ്റ് ഉള്ളത്. അതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായി നമ്മൾ കാണുന്നത് ഓറിയൺ എന്ന് പറയുന്ന പേടകമാണ്. ആ പേടകത്തിലാണ് ഈ 4 സഞ്ചാരികൾ ചന്ദ്രനടുത്തേക്ക് പോകുന്നത്. പക്ഷേ ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ആ റോക്കറ്റ് ആ ലോഞ്ച് പാഡിൽ തന്നെ മാറ്റി അത് വെഹിക്കിൾ അസംബ്ലി യൂണിറ്റിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. അവിടുന്ന് മാത്രമേ ഈ പിഴവുകൾ നികത്താൻ കഴിയുകയുള്ളൂ, മാറ്റാൻ കഴിയുകയുള്ളൂ എന്ന അറിയിപ്പാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മാർച്ചിൽ എന്തായാലും ഇനിയൊരു വിക്ഷേപണം നടക്കില്ല. പക്ഷേ എപ്പോൾ നടക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോൾ നാസ നൽകുന്നുമില്ല. ഈ ആഴ്ചയിൽ തന്നെ എന്താണ് സംഭവിച്ചത്, ഇനി എന്തൊക്കെ നടക്കാൻ പോകുന്നു എന്ന കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകും എന്നാണ് മിഷൻ അഡ്മിനിസ്ട്രേറ്റർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. പ്രവിധ, ശരി, എന്തായാലും ആദ്യ ശ്രമത്തിനിടെ ഹൈഡ്രജൻ ചോർച്ച കണ്ടെത്തിയതിനെ തുടർന്ന് വിക്ഷേപണം മാറ്റിവെക്കുകയും പ്രശ്നം പരിഹരിക്കുകയൊക്കെ ചെയ്തതാണ്. അപ്പോഴാണ് വീണ്ടും ഒരു വെല്ലുവിളി നാസയുടെ ചാന്ദ്ര ദൌത്യമായ ആർടെമിസ് 2 ഇപ്പോൾ നേരിടുന്നത്. രണ്ടാം വെറ്റ് ഡ്രസ് റിഹേഴ്സലിന് പിന്നാലെ ഗുരുതര സാങ്കേതിക പിഴവ് കണ്ടെത്തി എന്നതാണ് ഇപ്പോൾ നാസ അറിയിച്ചിരിക്കുന്നത്. മാർച്ചിൽ വിക്ഷേപണം ഉണ്ടാവില്ല എന്നുള്ള നിർണായകമായ വിവരമാണ് ഇപ്പോൾ പ്രജൻസി കണ്ണൻ പങ്കുവച്ചത്. മറ്റു വാർത്തകളിലേക്ക്. ഓസ്ട്രേലിയയിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് സർക്കാരിന്റെ ഇടപെടൽ. ഉപഭോക്താക്കൾക്ക് ഗുണമേന്മ കൂടിയ ഉൽപ്പന്നം ഏതെന്ന് മനസ്സിലാക്കി വാങ്ങുന്നതിനുമായി സർക്കാർ കൂടുതൽ കാര്യക്ഷമമായ രീതി ആവിഷ്കരിക്കുന്നു. വിശദമായ വാർത്തയുമായി ഓസ്ട്രേലിയയിൽ നിന്നും റൊയാനൻ ജോൺസൺ ചേരുന്നു. ഓസ്ട്രേലിയയിൽ എല്ലാ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളിലും നിർബന്ധിത ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗ് കൊണ്ടുവരാനുള്ള നീക്കവുമായി ഫെഡറൽ സർക്കാർ മുന്നോട്ട്. നിലവിൽ സ്വമേധയാ നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിച്ച പദ്ധതി കാര്യമായി ഫലമുണ്ടാക്കാത്ത സാഹചര്യത്തിലാണ് നിർബന്ധമാക്കൽ പരിഗണിക്കുന്നത്. 2026ഓടെ 70% ഉൽപ്പന്നങ്ങളിൽ സ്റ്റാർ റേറ്റിംഗ് ലഭിക്കാത്ത പക്ഷം നിയമ നടപടി സ്വീകരിക്കുമെന്ന് മുമ്പ് തീരുമാനിച്ചിരുന്നു. 0.5 മുതൽ 5 വരെ ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗ് ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ പോഷക ഗുണനിലവാരം ലളിതമായി വ്യക്തമാക്കുന്ന ഒരു മുന്നറിയിപ്പ് ലേബൽ സംവിധാനമാണ്. കൂടുതൽ സ്റ്റാർ ലഭിക്കുന്ന ഉൽപ്പന്നങ്ങൾ കൂടുതൽ ആരോഗ്യകരമാണെന്ന് സൂചിപ്പിക്കുന്നു. പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് എന്നിവയുടെ അളവും പോഷക ഘടകങ്ങളും പരിഗണിച്ചാണ് ഈ റേറ്റിംഗ് നിശ്ചയിക്കുന്നത്. ഫുഡ് സ്റ്റാൻഡേർഡ്സ് ഓസ്ട്രേലിയ ന്യൂസിലൻഡിന്റെ പുതിയ റിപ്പോർട്ടിൽ വെറും 37% ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കാണ് ഹെൽത്ത് സ്റ്റാർ റേറ്റിംഗ് ഉള്ളതെന്ന് കണ്ടെത്തി. 2019 ഇത് 41%. അസിസ്റ്റന്റ് ഹെൽത്ത് മന്ത്രി റബേക്ക വൈറ്റ് ഉപഭോക്താക്കൾക്ക് ആരോഗ്യകരമായ തിരഞ്ഞെടുപ്പ് എളുപ്പമാക്കാൻ വേണ്ടിയാണ് ഇതെന്നറിയിച്ചു. സൂപ്പർ മാർക്കറ്റുകളിൽ ഉൽപ്പന്നങ്ങൾ വേഗത്തിൽ താരതമ്യം ചെയ്യാൻ ഇത് സഹായകരമാകുമെന്ന് അവർ വ്യക്തമാക്കി. ആരോഗ്യ സംഘടനകളും പ്രധാന സൂപ്പർ മാർക്കറ്റ് ശൃംഖലകളും ഈ നീക്കത്തെ പിന്തുണയ്ക്കുന്നു. ഉപഭോക്താക്കൾക്ക് വ്യക്തമായ വിവരങ്ങൾ നൽകി ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ലക്ഷ്യം.
ഓസ്ട്രേലിയയിൽ നിന്നും 24-ന് വേണ്ടി റൊയാനിൻ ജോൺസൺ. മറ്റു വാർത്തകളിലേക്ക്. ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ ചികിത്സാ പിഴവിനിരയായ ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്നും ശസ്ത്രക്രിയാ ഉപകരണം പുറത്തെടുത്തു. കത്രികയുടെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ്. ഉപകരണം ഇന്ന് കോടതിക്ക് കൈമാറും. വയറ്റിൽ ശസ്ത്രക്രിയാ ഉപകരണം കുടുങ്ങിയ സംഭവത്തിൽ വകുപ്പ് മേധാവിയായിരുന്ന ഡോക്ടർ ലളിതാംബിക കരുണാകരനെ പ്രതി ചേർത്ത് പോലീസ് കേസെടുത്തിട്ടുണ്ട്. എന്നാൽ നടപടി നേരിട്ട ഡോക്ടർ ജെ ഷാഹിദയ്ക്കും നഴ്സിംഗ് ഓഫീസർ PS ധന്യയ്ക്കുമെതിരെ കേസില്ല. ഇന്നുച്ചയോടെയാണ് ഉഷ ജോസഫിന്റെ വയറ്റിൽ നിന്ന് കത്രിക പുറത്തെടുത്തത്. ശസ്ത്രക്രിയാ ഉപകരണത്തിന്റെ അഗ്രഭാഗം ഒടിഞ്ഞ നിലയിലാണ്. പോലീസിന് കൈമാറിയ കത്രിക കോടതിക്ക് കൈമാറും. നീക്കം ചെയ്ത ഫോർസെപ്സ് നമ്മൾ മാസ്റ്ററിൽ ബന്ധിച്ചു കിട്ടി. ശസ്ത്രക്രിയാ പിഴവിൽ ഡോക്ടർ ലളിതാംബിക കരുണാകരനെ മാത്രം പ്രതിചേർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. മനുഷ്യജീവനും വ്യക്തിസുരക്ഷിതത്വത്തിനും അപകടകരമാം വിധം പ്രവർത്തിച്ചു എന്നാണ് ഡോക്ടർ ലളിതാംബികയ്ക്കെതിരായ FIR. ഉഷ ജോസഫിന്റെ ശസ്ത്രക്രിയയിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സംഭവം നടന്ന 2021 കാലയളവിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഗൈനക്കോളജി വിഭാഗം മേധാവിയായിരുന്നു ഡോക്ടർ ലളിതാംബിക കരുണാകരൻ. പരാതിയിൽ ഡോക്ടറുടെ അസിസ്റ്റന്റായിരുന്ന ആൾക്കെതിരെയും ആരോപണമുണ്ടെങ്കിലും കേസിൽ പ്രതി ചേർത്തില്ല. ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ജെ ഷാഹിദയായിരുന്നു അസിസ്റ്റന്റ്. അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ പേരെ പ്രതിചേർക്കുമെന്നും അമ്പലപ്പുഴ DYSP വ്യക്തമാക്കി. അതിനിടെ ചികിത്സാ പിഴവിനെതിരെ രജിസ്റ്റർ ചെയ്ത FIR-ലും പിഴവുണ്ടായി. 2021 നടന്ന ശസ്ത്രക്രിയയെ 2026 നടന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. FIR-ലെ തെറ്റ് കോടതിയിൽ തിരിച്ചടിയായേക്കും. സാങ്കേതിക പിഴവാണെന്നും തീയതി തിരുത്തണമെന്നും ചൂണ്ടിക്കാണിച്ച് അമ്പലപ്പുഴ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഉഷയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ ഡോക്ടേഴ്സ് അറിയിച്ചു. 24 ആലപ്പുഴ. ഓസ്ട്രേലിയയിലെ വിക്ടോറിയ സംസ്ഥാനത്ത് റോഡ് നിയമലംഘനത്തിന് പിഴയടച്ച ഡ്രൈവർമാർക്ക് ഇനി കൌൺസിലിൽ നിന്ന് അപ്രതീക്ഷിത ആശ്വാസം. വർഷങ്ങളായി നിയമവിരുദ്ധമായി ഈടാക്കിയ പണം തിരികെ ലഭിക്കും. വിശദാംശങ്ങളുമായി ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ നിന്നും പെനീന മാത്യു തയ്യാറാക്കിയ റിപ്പോർട്ട്. വിക്ടോറിയയിലെ മാൻസ്ഫീൽഡ് കൌൺസിൽ ഡ്രൈവർമാർക്ക് അധികമായി ഈടാക്കിയ പിഴത്തുക തിരിച്ചു നൽകാൻ തീരുമാനിച്ചു. കഴിഞ്ഞ 17 വർഷത്തിനിടെ നിയമവിരുദ്ധമായി ചുമത്തിയ ലേറ്റ് ഫീസുകൾ, മറ്റ് ട്രാഫിക് നിയമലംഘനങ്ങൾ കൂടാതെ 2009 മുതൽ 19 വരെ ഈടാക്കിയ പാർക്കിംഗ് പിഴകളിലെ അധിക തുകയും ഇതിൽ ഉൾപ്പെടും. തെറ്റായി ഉയർന്ന തുക ഈടാക്കിയതിൽ കൌൺസിൽ പൊതുജനങ്ങളോട് മാപ്പ് പറഞ്ഞു. അധിക തുക തിരിച്ചു നൽകുന്നതിനുള്ള സംവിധാനങ്ങൾ വൈകാതെ നടപ്പാക്കുമെന്നും അറിയിച്ചു. തങ്ങളുടെ സംവിധാനങ്ങളിലെ പിഴവ് കണ്ടെത്തി പരിഹരിക്കുന്നതിന് മാൻസ്ഫീൽഡ് കൌൺസിൽ മുൻകൈയെടുക്കുകയായിരുന്നു. $41 പിഴ ഈടാക്കേണ്ടിയിരുന്നിടത്ത് $102 വരെ ഈടാക്കിയതായും കൌൺസിൽ യോഗത്തിൽ ഔപചാരികമായി തീരുമാനമെടുക്കാതെ പിഴ വർധനവ് ഏർപ്പെടുത്തിയത് നിയമപരമായി അസാധുവാണെന്നും പരിശോധനയിൽ കണ്ടെത്തി. ഏകദേശം 765 പിഴകളിൽ നിന്നായി $34,588 അധികമായി ഈടാക്കിയതായാണ് കണക്കാക്കുന്നത്. ഇതിനു പുറമെ ലേറ്റ് ഫീസുകൾക്കും മറ്റ് ട്രാഫിക് നിയമലംഘനങ്ങൾക്കുമായി ഏകദേശം $10,000 വരെ കൂടുതലായി ചുമത്തിയിട്ടുണ്ടാകാമെന്ന് കൌൺസിൽ അധികൃതർ വ്യക്തമാക്കി. തെറ്റ് പറ്റിയെന്ന് സമ്മതിക്കാനും പരിഹാര മാർഗങ്ങൾ കൈക്കൊള്ളാനും തങ്ങൾ ഭയക്കുന്നില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു. മറ്റ് കൌൺസിലുകൾക്കും സമാനമായ പിഴവുകൾ പറ്റിയിട്ടുണ്ടെന്നാണ് സൂചനകൾ. മെൽബണിലെ മെറിബെക്ക് സിറ്റി കൌൺസിൽ കഴിഞ്ഞ വർഷം ഏകദേശം 2,50,000 ഡ്രൈവർമാരിൽ നിന്നും സമാനമായി അധിക പിഴ ഈടാക്കിയിട്ടുണ്ടെന്നും തുക തിരികെ നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. പെനീന മാത്യു, 24 ഓസ്ട്രേലിയ. സംസ്ഥാനത്ത് ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുന്നതിനിടെ ആരോഗ്യരംഗം ശുദ്ധീകരിക്കാൻ ലക്ഷ്യമിട്ട വിജിലൻസ് സെൽ എവിടെയെന്ന ചോദ്യം ഉയർന്നു. 2018 പ്രഖ്യാപിച്ച വിജിലൻസ് സെൽ ഇപ്പോഴും ഫയലിൽ ഉറങ്ങുകയാണ്. ആരോഗ്യമന്ത്രിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി N. ഹരികുമാറിന്റെ മേശപ്പുറത്താണ് ഫയൽ ഇപ്പോഴെന്നാണ് ലഭിക്കുന്ന വിവരം. 24 മെഗാ ബ്രേക്കിംഗ്. ഡോക്ടർമാരുടെ സ്വകാര്യ പ്രാക്ടീസ്, അഴിമതി, ആരോഗ്യ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പുകളിലെ പരാതികൾ എന്നിവ അന്വേഷിക്കുന്നതിന് വകുപ്പിന് കീഴിൽ പോലീസിന്റെ വിജിലൻസ് സെൽ വേണമെന്ന് ശുപാർശ ചെയ്യുന്നത് 2017 സെക്രട്ടറിയായിരുന്ന രാജീവ് സദാനന്ദൻ. 2018 സെപ്റ്റംബർ 14 ആരോഗ്യവകുപ്പിൽ വിജിലൻസ് സെൽ രൂപീകരിക്കാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിനും ആരോഗ്യ വകുപ്പിനും ഒരുപോലെ പ്രയോജനം ചെയ്യുന്ന രീതിയിൽ വിജിലൻസ് വകുപ്പിലെ സൂപ്രണ്ട് തലവനായി ആരോഗ്യവകുപ്പിൽ വിജിലൻസ് സെൽ രൂപീകരിക്കാമെന്ന് ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത് 2023 ജൂൺ 26. ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിന്റെ മിനിറ്റ്സ് 24 ലഭിച്ചു. വിജിലൻസ് സെല്ലിന്റെ പ്രവർത്തന രീതി, അധികാരങ്ങൾ എന്നിവ വ്യക്തമാക്കി DME ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് നൽകി. 2024 ജൂൺ 4 അഡീഷണൽ ചീഫ് സെക്രട്ടറി രാജൻ ഖോബ്രഗഡെ ആരോഗ്യമന്ത്രി വീണ ജോർജിന് റിപ്പോർട്ട് നൽകി. അന്നു മുതൽ വിജിലൻസ് ഫയൽ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി N. ഹരികുമാറിന്റെ മേശപ്പുറത്തെന്ന് ഫയൽ നീക്കം തെളിയിക്കുന്നു. അത് ഈ KGMയുടെ സ്വാധീനം കൊണ്ടാണ്. കാര്യം ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഈ നല്ല ഡോക്ടർമാരുണ്ട്, ഇതിലുള്ള ഡോക്ടർമാരെല്ലാം അഴിമതിക്കാരായ ഡോക്ടർമാരെല്ലാം ജയിലിൽ പോകും. അതുകൊണ്ട് ഒരൊറ്റ കാരണം കൊണ്ടാണ് ഈ ഫയൽ പൂഴ്ത്തി വെച്ചേക്കണം. 1.5 വർഷം കഴിഞ്ഞ് എന്തുകൊണ്ട് ഇത് ഉത്തരവാകുന്നില്ല?
വിജിലൻസ് സെൽ രൂപീകരിക്കേണ്ട ഫയലിൽ നടപടി സ്വീകരിച്ച് ഫയൽ പോയെന്ന് എൻ ഹരികുമാറിന്റെ വിശദീകരണം. ഉത്തരവായിട്ടില്ല. ഉത്തരവുള്ള നടപടി സ്വീകരിക്കാൻ DMAയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനൊരു യോഗം നടത്തിയ മിനിറ്റ്സ് അടങ്ങുന്ന ഒരു ഫയലാണ് നിങ്ങൾ ഈ പറയുന്നത്. അതും പോയിട്ടുണ്ട്. അതാണ് നിങ്ങൾ ഈ പറയുന്ന ഫയൽ. അത് നമ്മുടെ ഇതില്ല, അത് പോയി. ഫയൽ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലെത്തി 1.5 വർഷം പിന്നിട്ടിട്ടും വിജിലൻസ് സെൽ യാഥാർത്ഥ്യമായിട്ടില്ലെന്നത് വസ്തുത. ആരോഗ്യവകുപ്പിൽ പോലീസിന്റെ വിജിലൻസ് സെൽ വേണമെന്ന് മുഖ്യമന്ത്രി ഉത്തരവിടുന്നത് 2018 സെപ്റ്റംബറിൽ. 2024 ജൂൺ മാസം അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഫയൽ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഓഫീസിലേക്കെത്തി. ഇപ്പോഴും 1.5 വർഷം കഴിഞ്ഞിട്ടും ഫയൽ അവിടെ ഉറങ്ങുകയാണ്. ആരോഗ്യവകുപ്പിൽ വിജിലൻസ് വേണ്ടേ? എന്തുകൊണ്ട് നടപടി സ്വീകരിക്കുന്നില്ല? മറുപടി പറയേണ്ടത് ആരോഗ്യവകുപ്പ് മന്ത്രിയാണ്. അലക്സ് റാം മുഹമ്മദ്, 24, തിരുവനന്തപുരം. പകരം തീരുവ റദ്ദാക്കിയ US സുപ്രീം കോടതി വിധി വിശദമായി പരിശോധിക്കാൻ ഇന്ത്യ. വിധിക്ക് പിന്നാലെ US പ്രഖ്യാപിച്ച നടപടികളിന്മേലുള്ള പ്രത്യാഘാതങ്ങളെക്കുറിച്ച് പഠിച്ചു വരികയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യക്ക് മേലുള്ള തീരുവ 18% നിന്ന് 10% കുറയുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അതിനിടെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ പ്രധാനമന്ത്രിക്കെതിരെ കോൺഗ്രസ് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. യുഎസുമായുള്ള വ്യാപാര കരാറിന്റെ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കാൻ ഇന്ത്യൻ സംഘം വാഷിംഗ്ടണിലേക്ക് പുറപ്പെടാനിരിക്കെയാണ് ട്രംപിന്റെ പകരം തീരുവ റദ്ദാക്കിയ US സുപ്രീം കോടതി വിധി. US സുപ്രീം കോടതി വിധിക്ക് പിന്നാലെ ട്രംപ് ഭരണകൂടം ഏർപ്പെടുത്തിയ നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടതായി കേന്ദ്ര വാണിജ്യ മന്ത്രാലയം അറിയിച്ചു. വിധിയും യുഎസുമായുള്ള വ്യാപാര കരാറും തമ്മിലുള്ള നിയമപരമായ വശങ്ങളും ഇന്ത്യ പരിശോധിക്കും. ഇന്ത്യയ്ക്ക് മേലുള്ള തീരുവയുമായി ബന്ധപ്പെട്ട തുടർ സാധ്യതകളുണ്ടെങ്കിൽ അത് പരിശോധിച്ച് നീങ്ങാനാണ് ഇന്ത്യയുടെ ശ്രമം. എല്ലാ രാഷ്ട്രങ്ങൾക്കുമേൽ നിലവിലുള്ള സാധാരണ തീരുവയ്ക്ക് പുറമെ 10% അധിക തീരുവ ചുമത്തുമെന്നാണ് ട്രംപ് ഇന്നലെ പറഞ്ഞത്. എന്നാൽ ഇന്ത്യയ്ക്കുമേലുള്ള 18% തീരുവ 10% കുറയുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. ഇതോടെ തീരുവയുടെ കാര്യത്തിൽ ഇന്ത്യയ്ക്ക് ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. വാണിജ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ദർപ്പൺ ജെയിനിന്റെ നേതൃത്വത്തിൽ യുഎസിലേക്ക് മറ്റന്നാൾ പുറപ്പെടുന്ന ഇന്ത്യൻ സംഘം നടപടികൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് US വ്യാപാര പ്രതിനിധി ജാമിസൺ ഗ്രീർ ഇന്ത്യയിലെത്തും. കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾക്കായാണ് ജാമിസണിന്റെ സന്ദർശനം. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.